അസ്സലാമു അലൈക്കും. അബ്ദുള്ള കാസർഗോഡാണ്. സഹോദരന്മാരെ, എൻ്റെ കേൾക്കുന്ന മുസ്ലിം സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് ഒരുപാട് കാര്യങ്ങളിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ 23 വർഷം കൊണ്ട് ലോകത്തിൽ ഒരു പുരുഷന്മാർക്കും കഴിച്ചു കൂട്ടാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനത്തിനെ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമൂഹത്തിനെ വാർത്തെടുക്കാനോ അല്ലെങ്കിൽ ലോകാവസാനം വരക്കും ആ ഒരു വിശ്വാസവും അതിൻ്റെ ആശയവും ആദർശങ്ങളൊക്കെ നിലനിർത്താനോ മറ്റൊരാളെ കൊണ്ടും സാധിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്നത്. കാരണം എന്താ വെച്ചാൽ ഇസ്ലാമിൽ പറയുന്നത് എല്ലാം മനുഷ്യവർഗത്തിൽ ഗുണത്തിനാണ്. അത് മുസ്ലിങ്ങൾ പറഞ്ഞിട്ടൊന്നല്ല, മനുഷ്യവർഗത്തിൻ്റെ ഗുണത്തിനാണ്. അതിൻ്റെ ആചാരങ്ങൾക്കും അതിൻ്റെ വിശ്വാസങ്ങൾക്കും അതിൻ്റെ പ്രസക്തികൾക്കും ബഹറോളം ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളോ അല്ലെങ്കിൽ ആ പ്രവാചകൻ്റെ ചരിത്രങ്ങളോ എഴുതിയിട്ട് തീർക്കാൻ പറ്റില്ല. കടലൊക്കെ മസിയാക്കിയാലും ഈ കാണുന്ന മരങ്ങളൊക്കെ പേനയാക്കിയാലും ഇസ്ലാമിൻ്റെ ചരിത്രങ്ങൾ എഴുതി തീർക്കാൻ പറ്റൂല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞു വരുന്നതിന് കാരണം വെച്ചെങ്കിൽ ഇന്ന് മുസ്ലിങ്ങളുടെ അവസ്ഥയും മുസ്ലിങ്ങളുടെ ജീവിതത്തിൻ്റെ മാതൃകയും അതൊക്കെ കാണുമ്പോൾ ഒരുപാട് ഇസ്ലാമിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ഒരു മുസ്ലിമല്ലാത്തൊരു സഹോദരന് ഈ പ്രവാചകനുമായിട്ടും അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൻ്റെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് വിട്ട ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ആദ്യം നമുക്ക് കണ്ടതിന് ശേഷം ബാക്കി നമുക്ക് സംസാരിക്കാം. നിങ്ങളെന്ന വീഡിയോ ഒന്ന് കണ്ടേ. ഹിന്ദുമതം, ക്രിസ്തുമതം, ബുദ്ധമതം തുടങ്ങിയ ഒരുപാട് മതങ്ങൾ ഇന്ത്യയിലുണ്ട്. എന്നാൽ മറ്റൊരു മതത്തിനോടും ഇല്ലാത്തത്ര വെറുപ്പാണ് ഇസ്ലാമിനോട് ആളുകൾക്കുള്ളത്. ഇസ്ലാമിനോട് ആളുകൾക്കുള്ള നീരസത്തിന്റെ കാരണം വ്യക്തമാക്കി മുന്നോട്ട് വന്നിരിക്കുകയാണ് സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായ നടൻ ടോവിനോ തോമസ്. ഇസ്ലാം വേറിട്ട ഒരു മതമാണ്. ഇസ്ലാമിൽ എല്ലാവരും തുല്യരാണ്. അവിടെ രാജാവെന്നോ ദരിദ്രനെന്നോ വേർതിരിവില്ല. മുസ്ലിങ്ങൾ അവരുടെ ഏകനായ ദൈവത്തിൽ വിശ്വസിക്കുന്നു. 5 നേരം നിസ്കരിക്കുന്നു. മദ്യപാനം, പലിശ തുടങ്ങിയവ വേണ്ടെന്ന് വയ്ക്കുന്നു. സക്കാത്ത് കൊടുക്കുന്നു. കൃത്യനിഷ്ഠ ഉപവാസങ്ങൾ എടുക്കുന്നു. വ്യക്തമായ ഒരു ഡിസിപ്ലിൻ ഉള്ള മതം ആണ് ഇസ്ലാം. അവർ ഒരു പ്രത്യേക തരത്തിലുള്ള ഡ്രസ് ധരിക്കുന്നു, അറബി വാക്കുകൾ ഉപയോഗിക്കുന്നു, ഇടത്തോട്ട് മുണ്ടെടുക്കുന്നു തുടങ്ങിയ വേറിട്ട ചില ചിട്ടകൾ കാണുമ്പോൾ ബാക്കിയുള്ള മതത്തിൽപ്പെട്ടവർക്ക് ഇസ്ലാമിനോട് ഒരു പ്രത്യേക അസൂയ തോന്നും. ഈ അസൂയയാണ് പിന്നീട് വെറുപ്പായി പരിണമിക്കുന്നത്. പണ്ട് ജൂതന്മാർക്കെതിരെ യൂറോപ്പിൽ ഉണ്ടായിരുന്നതും ഇതേ തരത്തിലുള്ള വെറുപ്പാണ്. യൂറോപ്പിലെ ജൂതന്മാരും ബാക്കിയുള്ള സമൂഹത്തിൽ നിന്ന് വേറിട്ട നിന്നിരുന്ന ഡിസിപ്ലിൻ ഉള്ള ഒരു സമൂഹമായിരുന്നു. അതായത് മുസ്ലിങ്ങൾക്ക് ഇന്ന് ഇന്ത്യയിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ അതിന്റെ ഏക കാരണം അവരുടെ അടിയുറച്ച വിശ്വാസവും നിഷ്ഠയുമാണ്. അതിനെ അവർ മുറുകെ പിടിക്കുന്നു. നിലവിൽ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇത്രയേറെ ബുദ്ധിമുട്ടനുഭവിച്ചിട്ടും അവർ അവരുടെ അനുഷ്ഠാനങ്ങളിൽ ഒരു കടുകുമണി പോലും വ്യത്യാസം വരുത്താത്തതിൽ തനിക്കവരോട് ബഹുമാനം തോന്നുന്നുവെന്നും ടോവിനോ പ്രതികരിച്ചു. ഇതാണ് ആ സഹോദരൻ പറഞ്ഞത്. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് പറയാൻ കാരണം, യഥാർത്ഥത്തിൽ ഇസ്ലാം അത് ഒരു പ്രത്യേക ഒരു മതമാണ്, ഒരു പ്രത്യേക ഒരു വിശ്വാസമാണ്. അതിനെ യഥാർത്ഥത്തിൽ ഈ സഹോദരൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ശരിയായ ക്രെഡിറ്റ്, അതിൻ്റെ അന്തസ്സ ഉണ്ടല്ലോ, അതിൻ്റെ വിലയും നില എന്നൊക്കെ പറയുന്നത്, അത് ശരിക്കും അറിയണമെങ്കിൽ ഇസ്ലാമിൽ നമ്മൾ കിതാബിലുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടോ ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടോ ഞങ്ങളെ വിശ്വാസത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞതുകൊണ്ടോ ഇതുകൊണ്ടും ഇസ്ലാമിനെ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഇന്ന് ഈ സഹോദരൻ പറഞ്ഞ പോലെ ഈ സമുദായത്തിനെ വെറുക്കുന്നത് അത്ര നല്ലൊരു കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ സഹോദരൻ പറഞ്ഞാണ്ടില്ലേ. പക്ഷേ ഇന്ന് എന്തുകൊണ്ട് മുസ്ലിങ്ങളെ ഇങ്ങളെ വെറുക്കാനുള്ള കാരണം, മുസ്ലിങ്ങൾ ഒരുപാട് ബേക്കിലോട്ടാണെന്നുള്ളതായിട്ടുള്ളത്. ഒരുപാട് ദീനി സ്ഥാപനങ്ങളും മതപരമായ നമ്മൾക്ക് പ്രചരണത്തിന് ആളുകളും പഠിപ്പിക്കാനും ഉസ്താദന്മാരും എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും ഉണ്ട്. പക്ഷേ ഇന്ന് യാഥാർത്ഥത്തിൽ ഒരു മുസ്ലിം എന്ന് പറയുന്നത് എന്ത്, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ വിശ്വാസം എന്ത്, അത് മുസ്ലിങ്ങളിൽ തന്നെ അഭിപ്രായ ഭിന്നതകൾ ഇന്ന് വരുന്ന രൂപത്തിലായിട്ടാണ് മാറില്ല. കാരണം വെച്ചെങ്കിൽ ഇതാര് പറയുന്നത് ശരിയെന്നറിയാത്ത രൂപത്തിലായിട്ട് മാറിയില്ല. കാരണം ഒരുപാട് പണ്ഡിതന്മാർ വിഭിന്നതമായ രൂപത്തിൽ സംസാരിക്കും. അതുപോലെ പല സംഘടനകളായിട്ട് ഭിന്നതമായി സംസാരിക്കും. അപ്പോൾ ചില ആളുകൾ വിശ്വാസത്തിൽ ഉൾപ്പെടാത്തത് ശിർക്ക് ചെയ്യും.
അങ്ങനെ മറ്റൊരാളതിൻ്റെ എതിർത്ത് പറയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുസ്ലിങ്ങളെ ഇടയിൽ തന്നെ അഭിപ്രായ ഭിന്നതകളായിട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് കാണുന്നത്. ഇത് പറയുന്നതിൻ്റെ കാരണം വെച്ചെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് 1400 വർഷങ്ങൾക്ക് 1500 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കാണിച്ച ആ മാതൃക എന്ന് നമ്മൾ ഇന്നും ഇസ്ലാം വിശ്വസിച്ച് തുടർന്നിട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ അന്തസ് എന്താണ്, അതിൻ്റെ ശരിയായ മാർഗ്ഗങ്ങൾ എന്താണ്? ഖുർആനിലും ഹദീസിലും പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങളെ മറ്റുള്ള സമുദായങ്ങൾക്ക് പോലും അത് അറിയണമെങ്കിൽ നമ്മളത് പ്രവർത്തിച്ച് കാണിക്കണം. അതാരാണ് പ്രവർത്തിച്ച് കാണിക്കേണ്ടത്? ഞാൻ മുസ്ലിം എന്ന് പറഞ്ഞ് ഇസ്ലാമിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കുന്ന മുസ്ലിമായ ഞാനും ഈ കേൾക്കുന്ന എൻ്റെ മുസ്ലിം സഹോദരന്മാരും നമ്മൾ ഇസ്ലാമിനനുസരിച്ച് ജീവിക്കണം. ആ ഇസ്ലാമിനനുസരിച്ച് ജീവിക്കുന്ന സന്ദർഭത്തിലാണ് ഇസ്ലാമിൻ്റെ ഈ ഖുർആനും ഈ ഹദീസും ഈ പ്രവാചകൻ കാണിച്ചു തന്ന മാതൃകയ്ക്ക് എന്ത് അതിൻ്റെ ഗുണം എന്ന് മനസ്സിലാവാറ്. അങ്ങനെയാണല്ലോ പണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മാലിക് ദിനാറും പാർട്ടിയും വന്ന സന്ദർഭത്തിൽ നമ്മൾക്കുള്ള ഒരു മാറ്റം നോക്കണോ? പതിനെട്ടാണ്ടുകൾക്ക് മുമ്പ് മാലിക് ദിനാറും പാർട്ടി കേരളക്കരയിലെ കൊടുങ്ങല്ലൂരിലേക്ക് വന്ന് ഇറങ്ങിയ സന്ദർഭത്തിൽ അന്ന് ചേരമാമ്പരവാളിനോട് പോയിട്ട് പറഞ്ഞ ആളുകളുണ്ട്, അന്ന് ഭരിക്കുന്ന രാജാവിനോട്. നമ്മളെ കടാപ്പുറത്ത് ഒരു 10-14ഓളം മഹാപിള്ളന്മാർ വന്നിട്ടുണ്ട് എന്ന്. എന്തെന്ന്? മഹാപിള്ളന്മാർ. അതാണ് ഞാൻ ഇതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരു ഇസ്ലാമിൻ്റെ ജീവിതത്തിൻ്റെ ശരിയാണ് അതിൻ്റെ ഇസ്ലാം എന്തെന്ന് ശരിക്കും മനസ്സിലാവല്. അന്നവർ ഈ 14 മറ്റു ആളുകൾ മാലിക് ദിനാർ പാർട്ടി വന്നപ്പോൾ ഈ മുസ്ലിങ്ങളൊക്കെ കണ്ടപ്പോൾ അവർക്കൊരു പ്രത്യേക ഒരു വസ്ത്രധാരണ, അവരൊരു പ്രത്യേക ഒരു സ്വഭാവം ശൈലി, അവർ പ്രത്യേക ജീവിതത്തിൻ്റെ ശൈലി ഇതൊക്കെ കണ്ടപ്പോൾ അതുകൊണ്ടാണ് മഹാപിള്ളന്മാർ എന്ന് പറയാൻ കാരണം. ഇന്നിപ്പം നമ്മൾ അറിയപ്പെടുന്നത് എങ്ങനെയെന്നറിയോ? മഹാപിള്ളന്മാർ പോയിട്ടിപ്പം മാപ്പിളയായിട്ട് മാറി. അങ്ങനെ നമ്മളുമായിട്ടുണ്ട് ഇപ്പോൾ ഇന്ന്. യഥാർത്ഥത്തിൽ അവർ വന്നപ്പോൾ ഇസ്ലാമിൻ്റെ ശരിയായ മുഖം ഇവിടെ കാണിച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? ഇന്ന് നമ്മളെ മുഖം കണ്ടാലോ ഇസ്ലാമിൻ്റെ എന്താണ് ഇന്ന് നമ്മളിലുള്ളത്? എല്ലാം ഇസ്ലാമിൻ്റെ ചിട്ടകളെന്ന് നമ്മൾ പറയും. നമ്മൾ ചെയ്ത് പറ്റും തനിയെ ഹറാമായ കാര്യങ്ങളും അല്ലെങ്കിൽ ഇസ്ലാമിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ തന്നെ തമ്മിൽ 10 വിഭാഗങ്ങളായിട്ട് ഇപ്പം തമ്മിൽ അപ്പുറത്തും ഇപ്പുറത്തും തെറി പറയലും അതിൻ്റെ വാദപ്രതിവാദം നടത്തലും ഇതൊക്കെയാണ് ഇന്ന് നടക്കുന്നത്. ഇപ്പം എനിക്ക് പറയാനുള്ളത് വെച്ചെങ്കിൽ ആ സഹോദരൻ പറഞ്ഞ പോലെ മനസ്സിലാവണമെങ്കിലും ആ സഹോദരൻ പറഞ്ഞ പോലെ ഇസ്ലാമിനെ മനസ്സിലാവണമെങ്കിലും മുസ്ലിം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മുസ്ലിമായി ജീവിക്കണം. അത് കണ്ടിട്ട് വേണം മറ്റുള്ളവർ ഇസ്ലാം ഇതെന്ന് മനസ്സിലാക്കാൻ. അല്ലാതെ കണ്ട് നമ്മൾ കിതാബിൽ പറഞ്ഞു തന്നോ ഖുർആനിൽ പറഞ്ഞു തന്നോ പറഞ്ഞുകൊണ്ടൊന്നും പ്രയോജനമില്ല. അതിൻ്റെ പരാജയം തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. കാരണം ഇസ്ലാമിൻ്റെ വിധികൾപ്പുകളെ ഒക്കെ അത് എല്ലാം നമ്മൾ പറയും, എല്ലാം ചെയ്യുന്നതോ ചിലപ്പം മറ്റാൾ ചെയ്യാത്ത തെറ്റ് ചെയ്യുന്ന ആൾ കൂടി നമ്മളെ കൂട്ടത്തിലുണ്ടെന്നാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ പ്രത്യേകിച്ച് വേണ്ടതെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഈമാനോടുകൂടി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് ഇസ്ലാമിൻ്റെ ശരിയായ മുഖം നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കണം. എല്ലാവരും കഴിവിൻ്റെ പരമാവധി ദീനുമായി ബന്ധപ്പെട്ട് ജീവിക്കണം. എന്തെങ്കിലല്ലാതെ കണ്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ പറ്റൂല. ഈ ഇസ്ലാം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളുണ്ട്. കാരണം നമ്മളെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയവരാണ് അവർ. അതുകൊണ്ട് നമ്മൾ വളരുന്നതാണ് അവർക്ക് ഭീഷണി. അതുകൊണ്ടാണ് നമ്മളെങ്ങനെ എതിർക്കുന്നത് മനസ്സിലാക്കണം. ഒന്നത്. മറ്റൊന്ന്, നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾക്ക് അല്ലാഹു തആല മനുഷ്യരിൽ കൂടി തന്നെ നമ്മളെ ശിക്ഷിക്കപ്പെടുകയും കൂടി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് നമ്മളെല്ലാവരും ഹിദായത്തിലേക്ക് വരണം. ഇസ്ലാമിൻ്റെ യഥാർത്ഥ ചട്ടക്കൂട്ട് അടങ്ങി ഒതുങ്ങിക്കൊണ്ട് ജീവിക്കുന്ന നേതൃത്വം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവണം. മുസ്ലിങ്ങളെ ഐക്യത്തിൽ കൊണ്ടുവരണം. എല്ലാവരും നമ്മളെ മതത്തിന് അനുസരിച്ച് നമ്മൾ ജീവിക്കണം. അത് കാണുമ്പോൾ ഇസ്ലാം എന്തെന്ന് മറ്റവർക്ക് മനസ്സിലാവും. ഇതാണ് എൻ്റെ അഭിപ്രായം. ഇത് നിങ്ങൾ തെറ്റുവിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നല്ല അഭിപ്രായം രേഖപ്പെടുത്തുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി ബെല്ലേക്ക് ഹാൾ അമർത്താൻ മറക്കരുത്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു. കാരണം എല്ലാവരും ഇത് എത്തിച്ചു കൊടുക്കണം. ഒരു നല്ല അഭിപ്രായം കൂടെയാണ് ആ സഹോദരൻ്റെ. പിന്നെ ബാക്കി ഞാൻ പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ മുമ്പും പറഞ്ഞത് ഇതിൻ്റെ യാഥാർത്ഥ്യം അതാണ്. നമ്മൾ എല്ലാവരും ഇസ്ലാമിലേക്ക് മടങ്ങിയ നമ്മൾ ശരിയായ മുഖം മറ്റുള്ളവർക്ക് കാണുമ്പോൾ നമ്മുടെ ശത്രു കുറയുമെന്നാണ് എനിക്ക് വിശ്വാസം. എൻ്റെ വിശ്വാസം അങ്ങനെയാണ് തോന്നുന്നത്. നമ്മളേലാണ് എല്ലാ പിഴവുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണം. അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.